ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി സോയ ചങ്ക്സും പൊട്ടറ്റോയും വെച്ച് ഒരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള അടിപൊളി കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 50 ഗ്രാമിലെ അളവിൽ സോയ ചങ്ക്സ്, ചെറിയ സോയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് അല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ച് ഞാനൊന്ന് അടച്ചു വെച്ചു. ഇനി അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമുക്ക് പിഴിഞ്ഞെടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു പൊട്ടറ്റോ, ഒരു തക്കാളി, ഒരു സവോള, ഇത്രയാണ് വേണ്ടത്. പിന്നെ നമ്മൾക്കൊരു 6-7 വെള്ളുള്ളി, ഒരു കുറച്ച് തേങ്ങാ കൊത്ത്, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഇതെല്ലാം നമുക്കൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 1/4 സ്പൂണ് വലിയ ജീരകവും 1/2 സ്പൂണ് കുരുമുളകും ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാനുണ്ട്. തക്കാളി ചേർത്ത് അല്പം കൂടി വെള്ളം ഒഴിച്ചത് ഇനി നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു മസാല, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ ഒരു കടായി അടുപ്പത്ത് വെച്ചു. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് 2 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് അല്പം കടുകിട്ട് പൊട്ടിച്ച് കൊടുത്തു. അതിലേക്ക് സവോള പൊടിയായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഇതൊന്ന് ബ്രൗൺ നിറമാകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് 2 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആവശ്യമുള്ള ഉപ്പ്, മസാലയ്ക്കുള്ളത് അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് ബ്രൗൺ നിറമാകുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾക്ക് തക്കാളിയിൽ ഇഞ്ചി, വെള്ളുള്ളി, കുരുമുളക്, വലിയ ജീരകം എല്ലാം ആയിട്ടുണ്ട്. നല്ല ഒരു രുചിയായിരിക്കും. ഇതൊന്ന് ശരിക്കും ആ മസാലയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് വെന്ത് വറ്റി വരുന്നവരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതേപോലെ കണ്ടീഷൻ ആവുന്ന സമയത്ത് നമ്മൾക്ക് ഒരല്പം വെള്ളം അതിൽ ഒഴിച്ചിട്ട് ആ പൊട്ടറ്റോ ഈ വലിപ്പത്തിൽ കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് ഈ പൊട്ടറ്റോ വേവാൻ ആവശ്യമുള്ള വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ അല്പം ഫ്ലെയിം കൂട്ടി കൊടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് തിളപ്പിച്ച് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം പൊട്ടറ്റോ ഒന്ന് 5 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടില്ല, ഒന്നുകൂടി വേവാണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് ആ സോയ ചങ്ക്സ് ബോയിൽ ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾക്ക് ഇനി അത് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം, ഗ്രേവി എന്ന് പറയുമ്പോൾ ഒരുപാട് ലൂസല്ലാതെ നല്ലൊരു മസാല ഗ്രേവി ആയിട്ട് വേണം. ഇനി നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് തിളപ്പിച്ചാറിയ വെള്ളമോ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്. തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിൽ ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. പിന്നീട് അത് കറി ടേസ്റ്റും ഉണ്ടാവില്ല, പിന്നെ ഒരുപാട് സമയമെടുക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിത് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഒന്നുകൂടി അടച്ച് വെച്ച് 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് ഉപയോഗിച്ചെടുക്കാം. അപ്പോൾ അത് 5 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും ഒന്ന് കറിയെല്ലാം വെന്ത് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയാൻ പറ്റുക. പൊട്ടറ്റോ ഒക്കെ നല്ല വെന്ത് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ നല്ല കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. അതുകൂടി ഒഴിച്ച് നമ്മൾ കറിയുടെ പാകത്തിനാക്കിയെടുക്കുക. 1 മിനിറ്റ് കൂടി നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല കറി അടിപൊളിയായി കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി വീണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ കുരുമുളക് അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറിയിൽ നമ്മൾ മുളക് പൊടി തീരെ ചേർക്കുന്നില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ മട്ടൻ കറിയുടെ, ഇറച്ചിക്കറിയുടെ രുചിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുരുമുളകും പച്ചമുളകും കൂടി മാത്രം ചേർത്ത് ഉണ്ടാക്കുക. പോരാത്ത ഉപ്പ് കൂടി ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില കൂടി ചേർത്തതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ ചപ്പാത്തി, അപ്പം എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ കറിയാണ്. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കതൊന്ന് സെർവ് ചെയ്യാം. നമ്മളെ അടിപൊളി കറി, അതായത് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള പൊട്ടറ്റോ സോയ കറി ഇത് അവിടെ റെഡിയായി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ നല്ല തണുത്ത നാരങ്ങ വെള്ളവും ചൂട് പൊറോട്ടൻ്റെ കൂടെ അടിപൊളിയായില്ലേ. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്